നമ്മുടെ നിത്യജീവിതത്തിൽ അത് തൊഴിൽ മേഖലയിലായാലും ബിസിനസ് രംഗത്തായാലും നിരവധി പ്രതിസന്ധികൾ പലപ്പോഴും അനുഭവിക്കുന്നവരാണ് നമ്മൾ. വളരെ പിന്നിലായി പോകുമ്പോൾ ലഭിക്കുന്ന ചില നിർദ്ദേശങ്ങൾ, ചില ഉപദേശങ്ങൾ, പ്രചോദനങ്ങൾ, അവയൊക്കെ നമ്മളെ വീണ്ടും സജീവമാകാൻ പ്രചോദനം ലഭിക്കുന്ന കാര്യങ്ങളാണ്. KPA മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മോട്ടിവേഷൻ ക്ലാസ്സാണ്. ക്ലാസ് എടുക്കുന്നത് ഇന്റർനാഷണൽ ട്രെയിനർ ആയിട്ടുള്ള പ്രമോദ് ബാലകൃഷ്ണനാണ്. ശ്രദ്ധിക്കുക. ഞാൻ എന്റെ എല്ലാ സെഷനും തുടങ്ങാറ് ഒരു കഥ പറഞ്ഞുകൊണ്ടാകുന്നു. നമുക്ക് ഇന്നും അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് തമാശക്ക് പറഞ്ഞു നമുക്ക് അങ്ങനെ പോവാം. ഇതൊരു കഥ എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു പത്രവാർത്തയാണ്. ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു 2.5-3 വർഷം മുമ്പത്തെ മാതൃഭൂമി പത്രത്തിൽ വന്നൊരു പത്രവാർത്തയാണ്. ഇതിൽ പറയുന്നത് ഇതൊരു എന്താ പറയാ, ഒരു വെണ്ടയ്ക്ക ന്യൂസ് ഒന്നല്ല, ഒരു വലിയ വാർത്തയൊന്നുമില്ല. ഇതൊരു 8-ാം പേജ് 8-ാം കോളത്തിലുള്ള ഒരു ചെറിയ ന്യൂസാണ്. ആ ന്യൂസിൽ പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപത്തുള്ള പീഡിക വരാന്തയിൽ ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഈ എക്കോ സിനിമയൊക്കെ കണ്ടിട്ട് ആവേശത്തോടു കൂടി നിൽക്കുന്ന, അല്ലെങ്കിൽ വെറൈറ്റി കൊലപാതകങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു കാലത്ത് മറ്റൊരു വെറൈറ്റി കൊലപാതകം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ എന്നിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് എന്ന് ആരും കരുതണ്ട. കാരണം ഇതൊരു സാധാരണ മരണമാണ്. വയസ്സായിട്ട് മരിച്ചത്. ഇതൊരു ഭിക്ഷക്കാരിയാണ്. അപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, നമുക്ക് പരിചയമുള്ള എല്ലാ ഭിക്ഷക്കാർക്കും അവരുടെ മൊത്തം സ്വത്ത്, മൊത്തം അസറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ബാണ്ടമായിരിക്കും, അല്ലെങ്കിൽ ഒരു പൊതിക്കെട്ടായിരിക്കും. ശരിയോ തെറ്റോ? അല്ലേ? നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ ഭിക്ഷക്കാർക്കും അങ്ങനെ ഒരു പൊതിക്കെട്ട് അവരുടെ കയ്യിലുണ്ടാവും. അങ്ങനെ ഒരു ബാണ്ടം ഈ സ്ത്രീയുടെ കയ്യിലുണ്ട്. ബാണ്ടത്തിൽ തലവെച്ചുറങ്ങുന്ന അവസ്ഥയെ തന്നെ മരിച്ചു പോയതാണ്. മരണത്തെ പറ്റി കൂടുതൽ ഒന്നും ചിന്തിക്കേണ്ട. ഇറ്റ്സ് എ നാച്ചുറൽ ഡെത്ത്. പക്ഷെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഒരാളെ മരിച്ച നിലയിൽ കണ്ടാൽ അവരത് ട്രീറ്റ് ചെയ്യുക ഒരു അൺനാച്ചുറൽ ഡെത്ത് ആയിട്ടാണ്. പോലീസ് അതിനെ ട്രീറ്റ് ചെയ്യുക എന്താ പറയാ, ഒരു സാധാരണ മരണമായിട്ടല്ല അവർ കാണുക. അവർക്ക് അതിൻ്റെതായ പ്രൊസീജിയർ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് സീൻ മാസ്റ്ററും സൈറ്റ് ഇൻക്വസ്റ്റ് ഒക്കെ തയ്യാറാക്കാൻ വേണ്ടി ഈ ബാണ്ടം വെച്ച് പരിശോധിച്ചപ്പോൾ ബാണ്ടത്തിൽ നിന്നും 2.5 ലക്ഷം രൂപയുടെ ഇന്ത്യൻ കറൻസി കിട്ടി. ഇത് മാത്രമാണ് മാതൃഭൂമി പത്രത്തിൽ 8-ാം പേജ് 8-ാം കോളത്തിൽ ഒരു ചെറിയ ന്യൂസ് ആയിട്ടെങ്കിലും വരാനുള്ള ഇതിന്റെ വാർത്താ പ്രാധാന്യം. പീഡിക വരാന്തയിൽ മരിച്ചു കിടന്നിരുന്ന ഒരു ഭിക്ഷക്കാരിയുടെ ബാണ്ടത്തിൽ നിന്നും ഇത്രയും വലിയൊരു സംഖ്യ കിട്ടിയെന്നതാണ്. ഗുരുവായൂർ അമ്പലത്തിൽ ഉച്ചയ്ക്ക് എല്ലാവർക്കും ഭക്ഷണം അവൈലബിൾ ആണ്. വൈകുന്നേരം അങ്ങനെ ഒരു സർവീസ് ഇല്ല എന്നാണ് നമ്മൾ കേൾക്കാറുണ്ട്. ഇവരൊരു ഭിക്ഷക്കാരിയാണ്. ഒരു പക്ഷേ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ വെറും വെള്ളം മാത്രം കുടിച്ചുറങ്ങിയ എത്രയോ രാത്രികൾ ഒരുപക്ഷെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. ശരിയോ തെറ്റോ? ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. ഇനി അങ്ങനെ അല്ലെങ്കിലും പണം ഉണ്ടെങ്കിൽ പണം കൊണ്ട് അനുഭവിക്കാൻ പറ്റുന്ന എത്രയോ സുഖങ്ങളും സൗകര്യങ്ങളും ഈ ലോകത്തിൽ അവൈലബിൾ ആണ്. ശരിയല്ലേ? പൈസ ഇല്ലാത്ത പ്രശ്നമല്ലേ ഉള്ളൂ. പൈസ ഉണ്ടെങ്കിൽ നമ്മളും iPhone 17 Pro Plus Max ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു. അങ്ങനെ പണം ഉണ്ടെങ്കിൽ പണം കൊണ്ട് അനുഭവിക്കാൻ പറ്റുന്ന എത്രയോ സുഖങ്ങളും സൗകര്യങ്ങളും ലഭ്യമായ ഈ ലോകത്ത് അങ്ങനെ ഒരു സുഖവും അനുഭവിക്കാതെ, ഒരു സൗകര്യവും അനുഭവിക്കാതെ നരകിച്ച് ജീവിച്ച് നരകിച്ച് തന്നെയാ മരിച്ചത്. പീഡിക വരാന്തല മരിച്ചു കിടന്നു. അങ്ങനെ നരകിച്ച് മരിച്ച ആ ഭിക്ഷക്കാരുടെ ജീവിതവും നമ്മുടെ ജീവിതവും തമ്മിൽ എന്തെങ്കിലും ഒരു റിസംബ്ലൻസ് തോന്നുന്നു? ഒരു ചോദ്യമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ വലിയൊരു സമ്പത്ത് തലയ്ക്ക് കീഴിൽ വെച്ച് ജീവിതത്തിന്റെ സുഖം അനുഭവിക്കാൻ വേണ്ടി ഒരിക്കൽ പോലും ഒന്ന് തുറന്നെടുത്ത് ഉപയോഗിക്കാതെ നരകിച്ച് മരിച്ച ഭിക്ഷക്കാരിയെ പോലെ ദൈവം നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ അപാരമായ കഴിവുകൾ നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി ഉപയോഗിക്കാതെ നമ്മൾ നരകിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ശരിയോ തെറ്റോ? അല്ലെങ്കിൽ വേറെ രീതിയിൽ ചോദിക്കാം. എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഈ കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ പോലെ ഒരു സംഘടനയെ ഈ ഒരു മലപ്പുറം ജില്ലയിലും മറ്റു ജില്ലകൾക്ക് മാതൃകയാക്കുന്ന രീതിയിൽ മുന്നോട്ടേക്ക് നയിക്കുന്ന ഒരു കൂട്ടം ലീഡേഴ്സിനോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന പൂർണ്ണ ബോധ്യത്തിൽ. ഈ ഒരു അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന പ്രിന്റിംഗ് മേഖലയിൽ സ്വന്തമായിട്ടൊരു സ്ഥാപനം വെച്ച് നടത്തി അതിന് മുന്നോട്ടേക്ക് നയിക്കുന്ന ഒരു കൂട്ടം ഓൺട്രപ്രണേഴ്സിനോടാണ് ഞാൻ സംസാരിക്കുന്നത്, സംരംഭകരോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഈ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് അഭിമാനത്തോടെ, ആത്മവിശ്വാസത്തോടെ, ധൈര്യത്തോടെ എത്ര ആളുകൾക്ക് പറയാൻ പറ്റും ഞാൻ എന്റെ കഴിവ് മുഴുവൻ ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് എന്ന് ഈ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് പറയാൻ പറ്റും? എന്നിൽ ഇനി ഉപയോഗിക്കാത്തതായിട്ട് ഒരു കഴിവും എന്നിൽ ബാക്കിയില്ല എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന എത്ര ആളുകൾ എന്റെ മുമ്പിലുണ്ട് എന്നതാണ് എന്റെ ചോദ്യം. അറിയില്ലേ? സത്യത്തിൽ നമ്മുടെയൊക്കെ കഴിവിന്റെ ഒരു 10% നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കിട്ടില്ല. നമ്മുടെയൊക്കെ കഴിവിന്റെ ഒരു 10% നമ്മൾ ഉപയോഗിക്കുന്നു. സാറേ, നമ്മുടെയൊക്കെ കഴിവുകൾ ഒരു കുടത്തിനുള്ളിൽ കത്തിച്ചു വെച്ച വിളക്ക് പോലെ പുറലൊക്കെ കാണിക്കാതെ വെച്ചിരിക്കാന്നോ? ഒരിക്കലും ഒരു സെയിന്റിനോട്, ഒരു സന്യാസിയോട് ഒരാൾ ചോദിക്കുന്നത്, സ്വാമി, ഈ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. എന്താ ചോദ്യം? എന്താണ്? ഈ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലം ഏതാണെന്ന് ചോദിക്കും. ഞാൻ ഇതിങ്ങനെ ഇടയ്ക്ക് തന്നെ ചോദിക്കുന്നത് എന്താണെന്നറിയും? നിങ്ങൾ എന്റെ കൂടെ തന്നെ ഉണ്ട് എന്നത് നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇങ്ങനെ തണുപ്പ് പിടിച്ച് മസിൽ പിടിച്ച് ഇങ്ങനെ നിൽക്കല്ലേ, തോന്നുന്നത് എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ.
ഈ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലം ഏതാണെന്ന് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് കൊടുക്കുന്ന മറുപടി വലിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉള്ളിൽ ഒളിപ്പിക്കുന്ന അറേബ്യൻ മണ്ണല്ല ലോകത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളത്. അല്ലെങ്കിൽ വലിയ രത്നങ്ങളുടെ ഗർഭം പേറി നിൽക്കുന്ന ആഫ്രിക്കൻ മണ്ണല്ല ലോകത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളത്. മറിച്ച് ഈ ചോദ്യകർത്താവിനെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ശ്മശാനത്തിലേക്കാണ്. എന്നിട്ട് പറയുന്നത് ഇതാണ് ഈ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള മണ്ണ്. ഉപയോഗിക്കപ്പെടാതെ പോയ കഴിവുകൾ അടക്കം ചെയ്യപ്പെട്ട ഈ മണ്ണാ ലോകത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളത്. നടക്കാതെ പോയ സ്വപ്നങ്ങൾ അടക്കം ചെയ്യപ്പെട്ട ഈ മണ്ണാ ലോകത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളത്. പറയാതെ പോയ പ്രണയങ്ങൾ അടക്കം ചെയ്യപ്പെട്ട, നൽകാതെ പോയ ചുംബനങ്ങൾ അടക്കം ചെയ്യപ്പെട്ട ഈ മണ്ണാ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള മണ്ണ്. നമ്മുടെയൊക്കെ കഴിവുകളെ നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുക. ഇനി അങ്ങനെ ഒന്നും അല്ലെങ്കിലും റഷീദ് ഭായി, നമ്മളൊക്കെ വീട്ടില് റഷീദ് തന്നെയല്ലേ പേര്, സ്വന്തം പേര് പറയുമ്പോൾ ഒരു പ്രതികരണമൊക്കെ ആവാം. നമ്മളൊക്കെ വീട്ടിൽ ഏറ്റവും നല്ല പാത്രങ്ങൾ എവിടെയാണ്? നമ്മളൊക്കെ വീട്ടിൽ ഏറ്റവും നല്ല പാത്രങ്ങൾ എവിടെയാണ്? ആണല്ലോ അല്ലേ? ഷോക്കേസ്. എന്റെ വീട്ടിലോട് കുറേ പാത്രം ഷോക്കേസ്. എന്റെ വീട്ടിലോട്ട് കേട്ടോ കുറേ പാത്രം ഈ ഷോക്കേസിൽ. ഇന്ത്യക്ക് വലിയൊരു ആഗ്രഹമാണ് അതിനൊന്നും ഭക്ഷണം കഴിക്കാൻ. തരൂല അമ്മ അല്ലെങ്കിൽ ഭാര്യ എന്താ പറയാ കേട്ടില്ല, എന്താ പറയാ, വിരുന്നാര് വരുമ്പോൾ എടുക്കാന്നാ പറയാ. എന്നാ വിരുന്നാര് മുൻകൂട്ടി നോട്ടീസ് തന്നിട്ടല്ല വരിക. അവര് പെട്ടെന്ന് കയറി വരും ചെയ്യും. നമ്മൾ കഴിക്കണം അതേ പാത്രത്തിൽ തന്നെ അവര് ഭക്ഷണം കഴിക്കും. എന്നോ വരുന്ന അതിഥികൾക്ക് വേണ്ടി നമ്മളൊക്കെ കരുതി വെച്ചിരിക്കുന്ന പളിന്റെ പാത്രത്തെ പോലെ നമ്മുടെയൊക്കെ കഴിവുകൾ നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുകയാണോ എന്നതൊന്ന് ചിന്തിക്കണം. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് സംസാരിക്കാനറിയാത്ത പ്രശ്നമുണ്ടോ? നമുക്ക് സംസാരിക്കാൻ അറിയാത്ത പ്രശ്നമുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. ഇല്ല അല്ലേ? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്തിന്റെ കൂടെയാണ് നമ്മളെങ്കിൽ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റിലേറ്റീവിന്റെ കൂടെയാണ് നമ്മളെങ്കിൽ, അവർക്ക് ഇംപ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ മണിക്കൂറുകൾ സംസാരിക്കാറുണ്ട്. ശരിയോ തെറ്റോ? ശരിയല്ലേ? എന്നാ സംസാരിക്കണം അതേ കാര്യം ഒരു സ്റ്റേജിൽ ഒന്ന് പറയാൻ പറഞ്ഞാൽ ഒരു നന്ദി. ഞാൻ ചോദിച്ച ആള് തെറ്റിപ്പോയി. അതാ ഞാൻ പറഞ്ഞത്, ഈ കൂട്ടത്തൊന്നും ഇത്ര ആളുകളായിട്ട് ഞാൻ തെരഞ്ഞെടുത്തല്ലോ. നമ്മളെ ഈ നന്ദി പറയാന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാട്ടോ. ചിലരൊക്കെ നന്ദി പറയുന്നത് കേട്ടാൽ ഇതിനേക്കാൾ വലിയ നന്ദി കേടില്ല. ചിലരെങ്ങനെയാ നന്ദി പറയാ? ഈ ട്രെയിനിങ് കഴിയുമ്പോൾ നന്ദി ഉണ്ടാവും കേട്ടോ. ഇവിടുത്തെ കാര്യം പറയുമ്പോ ഫൈസൽ ഭായി അല്ലേ നന്ദി പറയാ? ഫൈസൽ ഭായി തീയാണ്, ഇവിടുത്തെ കാര്യമല്ലേ പറയാം. കാരണം ഇവിടെ ഇപ്പൊ മീറ്റിംഗ് നടന്നത് ഞാൻ കണ്ടത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നടക്കുന്നത്. അല്ലാതെ ചില സ്ഥലത്തൊക്കെ ഈ ട്രെയിനിങ് കഴിയുമ്പോൾ നന്ദി ഉണ്ടാവും. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും വേണ്ടില്ലേ പോയാൽ മതി. ചിലരെങ്ങനെയാ നന്ദി പറയും? ഞാൻ പ്രസംഗ പരിശീലനം ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ട്രെയിനിങ്ങുകളിൽ ഒന്നും പ്രസംഗ പരിശീലനം. നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയുന്ന പല ബിസിനസ് ലീഡേഴ്സിനും ഞാൻ പ്രസംഗ പരിശീലനം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ നല്ല പരിചയമുള്ള പല പൊളിറ്റിക്കൽ ലീഡേഴ്സിനും ഞാൻ പ്രസംഗ പരിശീലനം ചെയ്തിട്ടുണ്ട്. ചിലർക്കൊക്കെ നമ്മളിങ്ങനെ വീട്ടിൽ പോയിട്ട് ഹൗസ് ട്യൂഷൻ പോലെ പ്രസംഗ പരിശീലനം എടുത്തു. നല്ല പൈസയാണ്, പറയണ പൈസ തരുമ്പോൾ ഒരൊറ്റ കണ്ടീഷനുകളുണ്ട്. അതുകൊണ്ട് ചോദിക്കട്ട പറയൂല ആരാന്നുള്ളത്. അങ്ങനെ പ്രസംഗം പഠിക്കാൻ വരുന്ന, പ്രസംഗം പരിശീലിക്കാൻ വരുന്ന മുഴുവൻ ആളുകളൊന്നും പറയാറുണ്ട്, പ്രസംഗം പറഞ്ഞു പഠിക്കാൻ ഏറ്റവും നല്ലത് നന്ദി പറയലാണ്. എന്തായിരിക്കും അതിന്റെ ഒരു കാരണം? പ്രസംഗം പറഞ്ഞു പഠിക്കാൻ ഏറ്റവും നല്ലത് നന്ദി പറയലാണ് എന്നതാണ് ഞാൻ പറഞ്ഞു കൊടുക്കുക. എന്തായിരിക്കും അതിന്റെ ഒരു കാരണം? വേഗം പെട്ടെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതി. അതിപ്പോ ആശംസയാണെങ്കിൽ ഇപ്പൊ നേരത്തെ സാറ് ഇപ്പൊ രാജേട്ടനല്ലേ, രാജേട്ടൻ ആശംസ പറഞ്ഞ എത്ര ക്രിസ്പായിട്ടാണ്, എത്ര വളരെ കുറച്ചാ പറഞ്ഞത്. ഈ ആശംസയൊക്കെ കുറച്ച് പറഞ്ഞാലുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ നല്ല ക്ലാപ്പ് കിട്ടും. ആശംസക്ക് ഒരുപാട് വലിച്ചു നീട്ടാത്തതാണ് നല്ലത്. ഈ ആശംസക്ക് ഒരുപാട് വലിച്ചു നീട്ടിയാലുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ വീട്ടിലിരുന്ന് നമ്മുടെ അച്ഛൻ തുമ്മും. പെട്ടെന്ന് തുമ്മുമ്പോ പറയുകയാണ് ആരോ നിന്നെ പറ്റി ഇങ്ങനെ ആലോചിക്കുന്നില്ല. നമ്മൾ ഈ പ്രസംഗമൊക്കെ വല്ലാതെ ഇങ്ങനെ വലിച്ചു നീട്ടിയാലുള്ള പ്രശ്നം വെച്ചാൽ വീട്ടിലിരുന്ന് നമ്മുടെ അച്ഛനാ തുമ്മുക. കാരണം ഇത് കേട്ടിരിക്കുന്ന മുഴുവൻ ആളുകളും നന്ദിയോടുകൂടി നമ്മുടെ പിതാവിനെ അപ്പൊ ഇത് കുറച്ച് പറഞ്ഞാൽ മതി എന്ന് മാത്രമല്ല കേട്ടോ. നന്ദി പറയുന്ന പോലെ തന്നെ ആശംസയും വളരെ കുറച്ച് പറഞ്ഞു. അത് മാത്രമല്ല, അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ അവസാനമാണെന്നുള്ളത് മാത്രമല്ല, നന്ദി പറയുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് അറിയോ? ഒരു മനുഷ്യൻ ഇത് കേൾക്കൂല. നന്ദി പറയുമ്പോൾ ഒരാൾ കേൾക്കൂല. നന്ദി പറയുമ്പോൾ നമ്മളൊക്കെ മനസ്സിലെന്താണ്ടാവുക? ഇത് കഴിഞ്ഞാൽ ചായ ഉണ്ടാവും, ചായക്ക് സമൂസയാണോ കട്ട്ലറ്റ് ആണോ, അല്ലെങ്കിൽ പപ്സിൽ ഫുൾ മുട്ട ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കഷ്ടാണോ ഉണ്ടാവുക, അല്ലെങ്കിൽ എന്റെ വണ്ടി ബ്ലോക്ക് കൊടുക്കുമ്പോൾ എനിക്ക് അവന്റെ അല്ലെങ്കിൽ അവരുടെ കൂടെ പോകാൻ പറ്റൂ, ഇനി വീട്ടിൽ നിന്നാൽ എന്തൊക്കെ കാര്യങ്ങളാണ്, നാളെ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്, 100 കൂട്ടം ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ. ഒരാളും കേൾക്കുന്നില്ല എന്ന് അറിഞ്ഞിട്ടും ഒരു നന്ദി പോലും നമ്മൾ പറയാത്തതിന്റെ കാരണം എന്താ? നിങ്ങളുടെ കാരണം. നമുക്ക് സംസാരിക്കാൻ അറിയാത്ത ഒരു പ്രശ്നം നമുക്കില്ല. നന്നായിട്ട് സംസാരിക്കുന്ന ആളുകളാണ്. നമുക്കറിയാം വളരെ കുറച്ച് പറഞ്ഞാൽ മതി എന്നറിയാം, ഇത് പ്രോഗ്രാമിന്റെ അവസാനമാണോ എന്നറിയാം, ആരും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ അറിയാം. എന്നിട്ടും ഒരു നന്ദി പോലും പറയുന്നതിൽ നിന്ന് നമ്മൾ പുറകോട്ടേക്ക് പോകുന്നതിന്റെ, നിങ്ങൾ പുറകോട്ടേക്ക് പോകുന്നതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ വേണ്ടി
സ്റ്റേജ് ഫിയർ എന്ന് വെച്ചാൽ മലയാളത്തിൽ പറഞ്ഞാൽ സംസ്കൃതം വേണ്ട, മലയാളത്തിൽ പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താ? അത് നന്ദി പറയാൻ ഒരാൾക്കേ കഴിയുള്ളൂ, അയാൾ ആദ്യം ഫിക്സ് ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ല. ആത്മവിശ്വാസക്കുറവ്. ഈ ആത്മവിശ്വാസക്കുറവിന് ഒരു ഒറ്റ വാക്കുണ്ട്, എന്താണ്? ഭയം. അതാ ഞാൻ പറഞ്ഞത്, സംസ്കൃതം വേണ്ട, മലയാളത്തിൽ പേടി. നമുക്ക് പേടിയാണ്. ആ പേടി എന്നത് അതൊരു തുറന്നു പറഞ്ഞില്ല. പേരെന്തായിരുന്നു? നജ്മുദ്ദീൻ സാറിന് നമ്മുടെ 10 ഫോൾഡിന്റെ വക ഒരു ഗിഫ്റ്റ്. നല്ല ക്ലാപ്പ് കൊടുക്കും. ഞാൻ ഒരു കാര്യം ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ സെഷനിൽ ഒരു ഒറ്റ ഗ്രൗണ്ട് റൂൾ ചെയ്തു, അത് ക്ലാപ്പ് ചെയ്യാൻ. അതിലൊരു വിട്ടുവീഴ്ച. കാരണം ഞാൻ പറയാനുള്ള കാരണം ഇത് ആർട്ട് ഓഫ് അപ്രീസിയേഷൻ. മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ക്വാളിറ്റിയാണ്, നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ക്വാളിറ്റിയാണ്. ഞാൻ കോർപ്പറേറ്റിൽ ട്രെയിനിങ് എടുക്കുന്ന ഒരാളാണ്. കോർപ്പറേറ്റിൽ ഫസ്റ്റ് ലെവൽ മാനേജേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ്ങിലെ ഒരു ടോപ്പിക്കാണ് ആർട്ട് ഓഫ് അപ്രീസിയേഷൻ. ടീച്ചേഴ്സിന് ട്രെയിനിങ് എടുക്കുമ്പോൾ ടീച്ചേഴ്സിന് കൊടുക്കുന്ന ഒരു ടോപ്പിക്കാണ് ആർട്ട് ഓഫ് അപ്രീസിയേഷൻ. പാരന്റ്സുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് പാരന്റ്സിനോട് പറയാറുണ്ട് ആർട്ട് ഓഫ് അപ്രീസിയേഷൻ. 100-ൽ 80 മാർക്ക് വാങ്ങി വരുന്ന മകനോടും മകളോടും കിട്ടിയ 80 മാർക്കിന്റെ പേരിൽ നല്ലതൊന്നും പറയാതെ, കിട്ടാതെ പോയി 20 മാർക്കിന്റെ പേരിൽ കുറ്റം പറയുന്ന അച്ഛനോടും അമ്മയോടും പറയാറുണ്ട്. 100-ൽ 80 മാർക്ക് വാങ്ങി വരുമ്പോ എന്താ ചോദിക്കുക? ജ്യേഷ്ഠേട്ടാ ചോദിക്കൂ ബാക്കി 20 എവിടെയെന്നാ ചോദിക്കുക. കിട്ടി 80 മാർക്കിന്റെ പേരിൽ നല്ലതൊന്നും പറയാതെ കിട്ടാതെ പോയി 20 മാർക്കിന്റെ പേരിൽ കുറ്റം പറയുന്ന അച്ഛനോടും അമ്മയോടും പറയാറുണ്ട് ആർട്ട് ഓഫ് അപ്രീസിയേഷൻ. മറ്റൊരാളെ ആത്മാർത്ഥമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ക്വാളിറ്റിയാണ്, അതൊരു നല്ല ക്വാളിറ്റിയാണ്. റഷീദ് ഭായ്, നിങ്ങൾ ഈ ഡ്രസ്സിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. റഷീദ് ഭായിക്ക് കുറവായി ഒരു ക്ലാപ്പ് കൊടുക്കുന്നത് അപ്രീഷിയേറ്റ് ചെയ്തതാ. സത്യമായിട്ട് ഇത് കേട്ടപ്പോൾ സന്തോഷമൊക്കെ തോന്നി. ഇതൊക്കെ നമ്മുടെ കൂടുതലുള്ള ആളുകളെടുത്ത് നമ്മളതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കണം. അനീസ് ഭായ് ഭാര്യനോടൊക്കെ ഒന്ന് പറയട്ടെ, സ്വന്തം ഭാര്യനോടൊക്കെ ഒന്ന് പറയണം. ചുള്ളത്തി അയച്ചിട്ടുണ്ടല്ലോ. അതല്ലേ ഭാര്യ എന്ന് പറഞ്ഞ ഒരു കൺഫ്യൂഷൻ വേണ്ട. വേറെ ആളുടെ ഭാര്യയും ഭാര്യ തന്നെയാണല്ലോ. നമ്മള് ഇതെന്താന്നല്ലോ, ഞാൻ ചില വെടി ഒന്നും തെറ്റിക്കൊണ്ടുപോകും. നമ്മളങ്ങനെ ഒന്നും പറയണം ഇടയ്ക്കൊക്കെ. നമ്മളിപ്പോ വീട്ടിലൊക്കെ കറിയിൽ ഉപ്പ് കൂടിയാലും നമ്മൾ കുറ്റം പറയും, കറിയിൽ ഉപ്പ് കുറഞ്ഞാലും നമ്മൾ കുറ്റം പറയും. കറിയിൽ ഉപ്പ് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ മിണ്ടാറേ ഇല്ല. ഞാൻ ചേട്ടാ ജീവിതത്തിൽ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ ഇന്ന് കറിയിൽ ഉപ്പ് കറക്റ്റ് ആണല്ലോ എന്നുള്ളത്? ഈ നുണ പറഞ്ഞാലുള്ള ഞാൻ നുണ പറഞ്ഞല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പൊതുവെ പറഞ്ഞതാണ് നുണ പറഞ്ഞാൽ മൂക്കിന് കുരു വരും. പക്ഷേ ഈ 2 ദിവസത്തെ പരിപാടി കഴിഞ്ഞ് മൂക്കിന് വലിയ കുരു ആയിട്ട് പോകണ്ട. മറ്റുള്ളവരെ നോക്കിയിട്ടേ നിങ്ങളുടെ കൂടെയൊക്കെ ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലത്തെ നിങ്ങളുടെ കൂടെ 5 മുതൽ 50-ലധികം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അവർ കിടക്കുന്ന ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. നീ ആ വർക്ക് തീർത്തില്ലേ ഉഷാറായിട്ട് എടുക്കാതൊന്നും പറയണം. കാരണം അറിയോ, അങ്ങനെ പറയുമ്പോഴേ നിങ്ങൾക്ക് അവരുടെ ഒരു ഏരിയ ഓഫ് ഇംപ്രൂവ്മെന്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. അങ്ങനെയൊന്നല്ല, അങ്ങനെയാണെങ്കിൽ നമ്മളത് ഡിസ്കസ് ചെയ്യാൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇന്ന് എന്റെ അടുത്ത് ഒരു പക്ക ലീഡർഷിപ്പ് ട്രെയിനിങ് ആണ് പറഞ്ഞത്. പക്ഷെ അത് മാറ്റിയിട്ട് നമ്മളൊരു ബിസിനസ് ഓറിയന്റേഷൻ കൂടെ വേണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. നമ്മളതെല്ലാം സംസാരിക്കുന്നുണ്ട്. അതൊന്നും കാണുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾ വെച്ച് നടത്തിയ ഒരു കാലത്തും നിങ്ങളുടെ ബിസിനസ് ഗുണപ്പെടില്ല. നല്ലതൊന്നും കാണാത്ത ആളുകളാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നതെങ്കിൽ നോബഡി കൻ ഡെവലപ്പ് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ഒരാൾക്കും പറ്റില്ല. നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. യു കൻ ഡെവലപ്പ് യുവർ പീപ്പിൾ വിൽ ഡെവലപ്പ് യുവർ ബിസിനസ് എന്നതാണ് ബിസിനസിന്റെ ബേസിക് കോൺസെപ്റ്റ്. അതാണ് നിങ്ങളുടെ കൂടെ ആളുകൾ ഒരു ഗുണമില്ലാത്ത ആളുകളാണെന്ന് എല്ലാ കാര്യത്തിലും എവിടെയാണെങ്കിലും. ഇത് എന്റെ കോട്ടൊന്നല്ല കേട്ടോ, ഇത് എന്റെ കോട്ടൊന്നല്ല. ഇത് ഏറ്റവും പുതിയ 2024 ഏറ്റവും പുതിയ ബിസിനസ് കോൺസെപ്റ്റ് ആയ ഓണ്ടർപ്രണർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം EOS ബൈ ജിനോ വിക്മാൻ. ഞാനതിന്റെ US-ന്റെ ഇന്റർനാഷണൽ അക്കാദമിയിൽ ഞാനിപ്പോ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ ആധികാരികതയോട് കൂടി തന്നെയാണ് പറഞ്ഞത്. ജിനോ വിക്മാന്റെ ഭാഷയാണ്, ജിനോ വിക്മാന്റെ കോട്ടിങ്ങാണ്. നോബഡി കൻ ഡെവലപ്പ് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കൂടുതൽ ആളുകളെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കൂടുതൽ ആളുകളാണ് നമ്മുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. സോ ഐഡന്റിഫൈ യുവർ പീപ്പിൾ. നമ്മൾ അതിലേക്ക് സംസാരിക്കണം. നമുക്ക് ഇന്നത് സംസാരിക്കണം. നിങ്ങളുടെ കൂടുതൽ ആളുകൾ എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് നമ്മുടെ കൂടുതൽ ആളുകളെ തിരുത്തണമെങ്കിൽ അവരുടെ ഒരു മിസ്റ്റേക്ക് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവർ നല്ലത് ചെയ്യുന്ന സമയത്ത് നല്ലത് പറയുമ്പോഴേ അവർ നിങ്ങൾ പറയുന്ന ഒരു തിരുത്തൽ അംഗീകരിക്കും. ഇല്ലെങ്കിൽ അവർ പറയാൻ എന്താണെന്നറിയോ, ഇയാൾ എപ്പോഴും സാറേ ഇതിനൊക്കെ എന്റെ അടുത്ത് മറുപടി ഉണ്ട്. ഇഫ് യു ആർ പേയിങ് പീനട്ട് യു ഗെറ്റ് ഓൺലി മങ്കീസ്. നിങ്ങൾ കടലാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ മാർക്ക് മാത്രമേ കിട്ടുള്ളൂ. നല്ല നിങ്ങൾക്ക് സ്റ്റാർ ആയിട്ടുള്ള എംപ്ലോയിനെ കിട്ടണമെങ്കിൽ യു ഹാവ് ടു പേ. നിങ്ങൾക്ക് അത് പേ ചെയ്യാൻ പറ്റില്ല, പറ്റുന്നിടത്തേക്ക് അവർ പോകും. ക്ലിയർ ആണോ?
ബിസിനസിന്റെ ഞാൻ പറഞ്ഞ ബിസിനസിന്റെ ബേസിക് പ്രിൻസിപ്പിളാണ്. നിങ്ങളുടെ മേഖലയിൽ ഏറ്റവും നന്നായിട്ട് പേ ചെയ്യുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറിയാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല സർവീസ് മാർക്കറ്റിൽ കൊടുക്കാൻ പറ്റും. സർവീസ് നല്ല മാർക്കറ്റ് കൊടുക്കുക. എല്ലാവർക്കും സ്വർഗത്തിൽ പോകണം, പക്ഷെ മരിക്കാൻ ഒരാൾക്കും പറ്റില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ മരിക്കാനുള്ള മനസ്സ് വേണം. ക്ലിയർ ആണോ? ഞാൻ പറയുന്ന ഭാഷയിൽ വ്യത്യാസം വരുന്നതായി തോന്നിട്ടില്ല. ബിസിനസ് ട്രെയിനിങ് നമ്മൾ ആ ഒരു ടോണിലാണ് എടുക്കാം. ബിസിനസ് ഓണേഴ്സിനോട് സംസാരിക്കുമ്പോൾ ആ ഒരു ടോണേ. ബിസിനസ് ഒരിക്കലും നമുക്ക് സുഖിപ്പിച്ചുകൊണ്ട് പറയാൻ പറ്റില്ല. ബിസിനസ്സുകാരെ പേടിപ്പിച്ചുകൊണ്ടേ പറയാം. നമ്മൾ ഈ സംസാരിക്കുന്നതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ആർട്ട് ഓഫ് അപ്രീസിയേഷൻ. മറ്റുള്ളവർ നിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സ്കില്ലാണ് ആർട്ട് ഓഫ് അപ്രീസിയേഷൻ. ആത്മാർത്ഥമായിട്ട് മറ്റൊരാളെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളത്. നീ നന്നായിട്ട് സംസാരിച്ചു, എനിക്കത് നല്ല ഇഷ്ടമായി. അങ്ങനെ നടക്കുന്ന പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ചു. നമ്മൾ ടീച്ചേഴ്സിനോടൊക്കെ ട്രെയിനിങ് എടുക്കുമ്പോൾ ടീച്ചേഴ്സിനോടൊക്കെ പറയാറുണ്ട്. ഇപ്പൊ ഞാനൊക്കെ പ്രസംഗ പരിശീലനം എടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു ടോപ്പിക് യുവർ ഫേവറേറ്റ് ടീച്ചർ എന്നാണ്. നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ടീച്ചർ എന്നാണ്. ഈ ഇഷ്ടപ്പെട്ട ടീച്ചർമാരെ പറ്റി പലരും പറയാറുണ്ട്. ആ പലരും പറയുന്നതിൽ ഒരാൾ പോലും എന്നെ ഏറ്റവും നന്നായിട്ട് സയൻസ് പഠിപ്പിച്ച്, എന്നെ ഏറ്റവും നന്നായിട്ട് മാത്സ് പഠിപ്പിച്ച്, എന്നെ ഏറ്റവും നന്നായിട്ട് സോഷ്യൽ സ്റ്റഡീസും ഇംഗ്ലീഷും പഠിപ്പിച്ച് ഒരു ടീച്ചർ ഒരാളും പറയാറില്ല. പറയുന്നതൊക്കെ ഞാനൊന്ന് തളർന്നു നിന്ന സമയത്ത് എനിക്ക് താങ്ങായിട്ട് നിന്ന് എന്നെ ഏതെങ്കിലും ഒരു സമയത്ത് എന്നെ ഒന്ന് അഭിനന്ദിച്ച്, എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് എന്റെ ജീവിതത്തിൽ എനിക്ക് വലിയ സ്വാധീനം ചെലുത്തിയ ടീച്ചർമാരെ ഓർമ്മിക്കുന്നത്. അപ്രീസിയേഷന്റെ ഒരു ഗുണമാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മൾ ചെയ്തൊരു നല്ല കാര്യത്തെ ആരെങ്കിലും ഒന്ന് പ്രൈസ് ചെയ്ത് പറയുമ്പോൾ അതൊരു ക്വാളിറ്റി. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ ഞാൻ ഒരിക്കൽ കൂടെ പറയണം. ആരെങ്കിലും ഇപ്പം എന്തെങ്കിലും പേരെന്തായിരുന്നു? നജ്മുദ്ദീൻ ഇവിടെ നമ്മളടുത്ത് പറഞ്ഞു അത് പേടി കൊണ്ടാണ്. അപ്പം അങ്ങനെ ആരെങ്കിലും ഒരാളൊന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്യാന്നുള്ളതാ. അത് നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഒരു ശീലമാക്കി മാറ്റണം എന്നതാണ് എന്റെ സജഷനാണ്. വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ വിട്ടേ. അതൊരു സജഷനാണ്. നിങ്ങളൊരു ബിസിനസ് ഓണർ എന്നുള്ള രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ക്വാളിറ്റിയാണ് ആർട്ട് ഓഫ് അപ്രീസിയേഷൻ. ക്ലിയർ ആണ്? നജ്മുദ്ദീൻ പറയുമ്പോൾ മാത്രമല്ല, ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് വന്നത് വെച്ചാൽ അത് പേടിയാണ്. നമുക്ക് സംസാരിക്കാൻ അറിയാത്ത ഒരു പ്രശ്നമില്ല. നമ്മൾ നന്നായിട്ട് സംസാരിക്കാറുണ്ട്. വളരെ കുറച്ച് സംസാരിച്ചാൽ മതി എന്ന് അറിഞ്ഞിട്ട് ഒരു നന്ദി പോലും നമ്മൾ പറയാത്തതിന്റെ കാരണം നമുക്ക് പേടിയാണ് എന്നതാണ്. എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? ഒരു സംശയമില്ല, നമുക്ക് പേടിയാണ്. എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? അതന്നെ ആത്മവിശ്വാസം ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ പേടി എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? പേടില്ല, തെറ്റിപ്പോന്നുള്ള പേടിയാ. നമുക്ക് തെറ്റിപ്പോന്നുള്ള പേടിയാ. മറ്റുള്ളവന്റെ മുമ്പിൽ മോശക്കാരനായി പോകുന്നുള്ള പേടിയാ. ഇതിപ്പോ അവിടെ പോയി പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ. പറഞ്ഞില്ല ഇവിടെ നിന്ന് പറയണവർ കുറ്റം പറഞ്ഞൂടെ? അതല്ലേ സുഖം. ഒരാൾ പറഞ്ഞു സാറേമോ മണ്ടറ സാറേമോ പൊട്ടന എന്താണ്? 10ാം ക്ലാസ് തോറ്റതാ. അപ്പൊ അയ്യോ ഞാനൊരു പരീക്ഷ എഴുതിയില്ലല്ലോ. ആരാ മോശക്കാരൻ? 10ാം ക്ലാസ് തോറ്റ ആളാണോ അതോ പരീക്ഷ എഴുതാതെ പരീക്ഷ തോറ്റവനെ കുറ്റം പറയുന്നതാണോ? ആരാ മോശക്കാരൻ? പരീക്ഷ എഴുതാതെ പരീക്ഷ തോറ്റവനെ കുറ്റം പറയുന്നവനാണ് മോശക്കാരൻ എന്ന് അറിഞ്ഞിട്ടും നമ്മൾ പരീക്ഷ എഴുതാതെ പരീക്ഷ തോറ്റവനെ കുറ്റം പറയാറില്ല. നമ്മളോ ഒരു നന്ദി പറയാറില്ല. ഇനി അഥവാ ആരെങ്കിലും ഒരാൾ നന്ദി പറഞ്ഞ് ഇറങ്ങി വരുമ്പോ നമ്മൾ ചോദിക്കുമ്പോ അല്ല നാപ്പി ഇതെന്ത് നന്ദിയ നന്ദി ഇതൊന്നും നടക്ക് പറഞ്ഞ പണിയല്ല കേട്ടോ. മറ്റുള്ളവന്റെ മുമ്പിൽ മോശക്കാരനായി പോകുന്ന കരുതിയാണ് പലപ്പോഴും ഉള്ള കഴിവുകൾ പുറത്തേക്ക് എടുക്കാൻ നമ്മൾ മടിക്കുന്നതെങ്കിൽ ആ ചിന്തയാ മാറ്റം. നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതമല്ല എന്നതൊന്ന് ഉറപ്പിക്കുക. സ്റ്റീവ് ജോബ്സ് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത ലോകം കണ്ട ഏറ്റവും മികച്ച നേതാവായ ബിസിനസ്സുകാരൻ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കൊക്കെ ജീവിക്കാൻ വളരെ കുറച്ച് സമയം നമ്മുടെ കയ്യിലുള്ളൂ. അത് മറ്റുള്ളവരുടെ ജീവിതം ജീവിച്ച് നശിപ്പിക്കല്ലേ. നമുക്ക് നമ്മുടെ ജീവിതം ജീവിക്കാം. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്നതൊന്നും മാറ്റി. ഞാൻ ഒരു പക്ഷേ നമ്മളൊന്ന് ഇതുവരെ ഇൻസൈഡ് ചെയ്യാത്തതിന്റെ കാരണം മറ്റുള്ളവർ കളിയാക്കുന്നത്. നമ്മുടെ സംസാര രീതിയിൽ ഒരു മാറ്റം വരുത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവർ കളിയാക്കുമെന്ന് വിചാരിച്ചിട്ടാ. നമുക്കൊരാൾ ഒരു ഫേവർ ചെയ്താൽ അതിന് താങ്ക് യു പറയുന്നതാണ് മര്യാദ എന്ന് നമുക്കറിയാം. എന്നാലും നമ്മളത് പറയൂല. ഇത് പറഞ്ഞാൽ ഒരേറ്റ ഞാൻ ജാടയെന്ന് വിചാരിച്ചാലോ? ശരിയോ തെറ്റോ? അതൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ളതാ. മറ്റുള്ളവന് വേണ്ടിയിട്ട് നമുക്ക് ജീവിക്കുന്നത് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ ജീവിതം ഒന്ന് ജീവിച്ചു തുടങ്ങാം. അതിന് ഏറ്റവും ആദ്യം വേണ്ടത് എന്താണെന്ന് അറിയൂ? മറ്റൊരാളുടെ കണ്ണിൽ നോക്കി ഒട്ടും പതറാത്ത ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാവണം നമ്മളിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള ഭാണ്ഡത്തിൽ ഇനിയും തിരിച്ചറിയപ്പെടാത്ത നമ്മുടെ കഴിവുകൾ എന്താണ് എന്നതൊന്ന് തിരിച്ചറിയാവുന്നത്. സത്യത്തിൽ നമുക്ക് നമ്മുടെ കഴിവുകൾ അറിയാത്തത്. ഒരിക്കലും ഒരു ബിസിനസ്സുകാരൻ അയാൾ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു യാത്ര പോകും. യാത്ര ബിസിനസിന്റെ ആവശ്യത്തിലാണ് എന്നതുകൊണ്ട് തന്നെ ഇയാൾക്ക് കുറെ പൈസ, ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി. അപ്പൊ സാധാരണത്തിനേക്കാൾ കുറച്ച് കൂടുതൽ പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ പെരുമാറ്റത്തിൽ ഒരു പന്തി കേടുണ്ടോ? ശരിയോ തെറ്റോ? നമുക്ക് ആകപ്പാട് ഒരു വെപ്രാളാണ് പൈസ തോന്നെ കയ്യിലുണ്ടെങ്കിൽ. സ്വാഭാവികമായിട്ടും ഇയാൾക്ക് ആകപ്പാട് ഒരു വെപ്രാളമുണ്ട്. ഈ പന്തികേട് നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാവുന്ന ഈ ഒരു പന്തികേട് ആർക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും? കള്ളന്മാർക്ക് ഇത് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും.
ആ കയ്യിലാണ് പൈസ ഉള്ളത്. നമ്മുടെ ഈ പെരുമാറ്റത്തിലുള്ള ഈ ഒരു വെപ്രാളം കണ്ടാൽ തന്നെ മനസ്സിലാവും ആരെ കയ്യിലാത്ത അവനെ പൈസ ഉള്ളത്. അപ്പം അതുകൊണ്ടാണ് ഈ പൈസ ആൾക്കാരുടെ പോക്കറ്റാണ് കള്ളന്മാരെടുക്കുക, പൈസ ആൾക്കാരുടെ ബാഗ് അവർ കട്ടി കൊടുക്കും. ഇപ്പൊ നമ്മളൊക്കെ ജോലിയുടെ ഭാഗമായിട്ട് ഒരുപാട് യാത്ര ചെയ്യുന്നതാ. ഇതുവരെ നമ്മുടെ ബാഗോ പേഴ്സോ ഒരു മനുഷ്യൻ തൊട്ടിട്ടില്ല. തൊട്ട പണിക്കൂലി നഷ്ടം. അവർക്കറിയാം ആരെ കയ്യിലാണെന്ന്. സത്യത്തിൽ നമുക്കിത് തൊട്ട് നോക്കും, നമ്മൾ കാണിച്ചു കൊടുക്കും പൈസ എവിടെയാ വെച്ചത് എന്നൊക്കെ. അങ്ങനെ ഇയാൾ ട്രെയിനിലാണ് പോകുന്നത്, ഈ ബിസിനസ്സുകാരൻ ട്രെയിനിലാണ് പോകുന്നത്. ട്രെയിനിൽ ഇയാളെ കൂടെ ഇരിക്കുന്നത് ഒരു കള്ളനാണ്. കള്ളന് മനസ്സിലായി കൂടെ ഉള്ള കയ്യിൽ നല്ല പൈസ ഉണ്ടെന്ന് മനസ്സിലായി. ഇതുപോലെ തന്നെയാണ് ഈ കള്ളന്മാരുടെ അവസ്ഥ. എത്രയൊക്കെ ഫേഷ്യൽ ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഈ കള്ള ലക്ഷണം പുറത്തു കാണും. ഇപ്പൊ കൂടെ ഇരിക്കണം കള്ളനാണ് എന്നുള്ളത് ഈ ബിസിനസ്സുകാരന് മനസ്സിലായി. രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം മനസ്സിലായി. കൂടെ ഉള്ള ആളുകൾ നല്ല പൈസ ഉണ്ട് എന്നുള്ളത് കള്ളന് മനസ്സിലായി. കൂടെ ഇരിക്കണോ കള്ളനാണ് എന്നുള്ളത് ബിസിനസ്സുകാരന് മനസ്സിലായി. രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം മനസ്സിലായി. അങ്ങനെ ഒരു യാത്രയ്ക്കാണ്. യാത്ര ചെയ്ത് രാത്രി എല്ലാവരും ഉറങ്ങാൻ കിടന്നു. അങ്ങനെ ഈ കള്ളൻ ഉറങ്ങുന്നില്ല. കള്ളൻ കിടന്നിട്ട് ഇറങ്ങിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇത് ഈ ബിസിനസ്സുകാരൻ ഉറങ്ങിയോ എന്നുള്ളത് ഇങ്ങനെ നോക്കുന്നുണ്ട്. 5 o'clock 5 മണി ഉറങ്ങിയോ എന്നുള്ളത് ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ ഈ ബിസിനസ്സുകാരൻ ഉറങ്ങിയത് കണ്ടപ്പോൾ ഈ കള്ളൻ ചാടി ഇറങ്ങിയിട്ട് അങ്ങോട്ട് പറക്കാൻ തുടങ്ങി. ഓരോ ഇഞ്ചും അരിച്ചു ഒരുക്കി നോക്കി. എന്നിട്ട് എന്ത് മാത്രം കിട്ടിയില്ല, ഈ പൈസ മാത്രം കിട്ടി. കുറെ തെരഞ്ഞ് ഇയാൾക്ക് മടുത്ത്. അങ്ങനെ ഇയാൾ കയറി കിടന്ന് പിറ്റേ ദിവസം ഈ ട്രെയിൻ അതിന്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്താറായി. എല്ലാവരും ഇറങ്ങാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പൊ രാവിലെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ആ വാഷ്റൂമിലേക്ക് പോകുമ്പോൾ ആ പോകുന്ന വഴിയിലെ കോറിഡോറിൽ ഇതക്കർത്തവേദ മൂടനായിട്ട്, സത്യമായിട്ട് അതൊരു മലയാളമാക്കാം, ഇതക്കർത്തവേദ മൂടൻ, ഇങ്ങനെ നോക്കല്ലേ, പോസ്റ്റായിട്ട് മൊയന്തായിട്ട് നമ്മുടെ കള്ളൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ കള്ളൻ ഈ ബിസിനസ്സാണ് ഇങ്ങനെ വരുന്നത് കണ്ടപ്പം ഈ കള്ളൻ അടുത്ത് എന്നിട്ട് പറഞ്ഞു, സാറേ ഞാനൊരു കള്ളനാണ് എന്ന് നിങ്ങൾക്കറിയാം, എന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ നല്ല പൈസ ഉണ്ട്, അതും എനിക്കറിയാം. ഞാൻ ഇന്നലെ എല്ലാ സ്ഥലത്തും ഞാൻ ഈ പൈസക്ക് വേണ്ടി തെരഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ പൈസ കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങളിതൊന്ന് പറഞ്ഞു എവിടെയാ ഒളിപ്പിച്ച് വെച്ചതെന്നൊക്കെ ഒന്ന് പറഞ്ഞു ചോദിച്ചു. സ്വാഭാവികമായിട്ടും ഈ കള്ളനെ ബിസിനസ്സുകാരുടെ ആക്കി വിട്ടു. അപ്പം ഞങ്ങളോട് സംസാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ആക്കി വിട്ടു. ഞാൻ പിന്നെ അടുത്ത് കൂടിയിട്ട് പറഞ്ഞു, സാറേ നമ്മളൊരു അരിപ്രശ്നല്ലേ, നമ്മളൊരു ജീവിത പ്രശ്നമല്ലേ, നമ്മളെന്തായാലും നിങ്ങളടുത്ത് കേൾക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ ഇതൊന്ന് പറഞ്ഞു തന്നോടുന്നുണ്ട്, നമ്മളൊരു കരിയർ ഗ്രോത്തിന്റെ ഭാഗമായിട്ട് ചോദിക്കട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോ എന്തോ ഒരു മനസ്സിലിവ് തോന്നി. കൂടെ നിൽക്കുന്ന കള്ളനോട് ബിസിനസ്സുകാരൻ പറഞ്ഞു, ഓക്കെ കമാൺ ഫോളോ മീ. കൂടെ വരാൻ പറഞ്ഞ് തലേന്ന് രണ്ടുപേരും ഒന്നിച്ചുറങ്ങി ആ കൂപ്പയില് കള്ളൻ കിടന്നുറങ്ങിയ ബർത്തിന്റെ ചുവട്ടിൽ വെച്ച കള്ളന്റെ ബാഗ് എടുത്ത് തുറന്ന് അതിൻ്റെ ഉള്ളിൽ നീ പൈസ എടുത്ത് പുറത്തേക്ക് വെച്ച്. കള്ളൻ എല്ലാ സ്ഥലം നോക്കി, എവിടെ മാത്രം നോക്കിയില്ല, വീട്ടില എവിടെ മാത്രം നോക്കിയില്ല, വീട്ടില എവിടെ മാത്രം നോക്കിയില്ല. അങ്ങനെ സ്വന്തം ബാഗ് നോക്കാൻ മറന്നുപോയ കള്ളന്റെ അവസ്ഥയിലാണ് നമ്മളുള്ളത്. മറ്റുള്ളവന്റെ കഴിവുകളും നോക്കുന്ന തിരക്കിൽ നമ്മൾ മറന്നു പോകുന്നുണ്ട് നമ്മുടെ കഴിവുകളെ പറ്റിയിട്ടൊന്ന് ചിന്തിക്കാൻ. ഇന്ന് ഈ കേരള പെയിന്റേഴ്സ് അസോസിയേഷന്റെ ബാനറിൽ ഇത്രയും ആളുകൾ ഈ ഒരു വയനാട്ടിലെ ഈ ഒരു തണുത്ത ഹാളിൽ ഒന്നിച്ചു കൂടുമ്പോൾ മറ്റൊന്നിനു വേണ്ടിയല്ലെങ്കിലും ദൈവം നമുക്ക് തന്നിട്ടുള്ളതിൽ നമ്മൾ തിരിച്ചറിയപ്പെടാതെ കിടക്കുന്ന നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാവട്ടെ. ഇതുവരെ നിങ്ങൾ ഉപയോഗിക്കാത്ത ആ പേര് ഒന്ന് തുറക്കും.